റിസർവ് ബാങ്കിന്റെ ഈ സാമ്പത്തിക വർഷത്തെ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കിൽ മാറ്റമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും എബി ജോൺ ചേരുന്നു. എബി, റിപ്പോ നിരക്കിൽ മാറ്റമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2-3 തവണയായി ഈ സാമ്പത്തിക വർഷത്തിൽ റിപ്പോ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 2023-24 സാമ്പത്തിക വർഷത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റമില്ല എന്നുള്ളതാണ്. 6.5 എന്ന ഒരു നിരക്കിൽ തന്നെ തുടരും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, തുടർച്ചയായി 6 തവണ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നു, വർധന വരുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മെയ് മാസം മുതലാണ് RBI ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നത്. അതിന് ഒരവസാനം എന്ന നിലയിലാണ് നമുക്കിപ്പോൾ ഈ 2023-24 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പണനയ പ്രഖ്യാപനമാണ് ഇപ്പോൾ ശക്തികാന്ത ദാസ് RBI ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചേർന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നയപ്രഖ്യാപനം ഗവർണർ നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം വളരെ വിശദമായി തന്നെ ചേരുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 6.5 എന്ന നിലയിൽ തന്നെ റിപ്പോ നിരക്ക് തുടരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റി എത്തുകയായിരുന്നു. അതാണ് അല്പസമയം മുമ്പ് ഗവർണർ ശക്തികാന്ത ദാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. കാരണം റിപ്പോ നിരക്കിൽ ഇനിയും വർധന ഉണ്ടായെന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതിൽ തർക്കമില്ലാത്തൊരു കാര്യമായിരുന്നു. 25 ബേസിസ് പോയിന്റ് ഇത്തവണ ഉയർത്തിയേക്കും എന്നുള്ളൊരു അത്തരത്തിലൊരു അനുമാനത്തിലായിരുന്നു സാമ്പത്തിക വിദഗ്ധരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ RBIയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതൊരു തരത്തിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തന്നെ കണക്കാക്കാൻ. കാരണം റിപ്പോ നിരക്കിൽ വർധന ഉണ്ടായിരുന്ന സ്വാഭാവികമായും EMI ലോണുകൾക്കെല്ലാം തന്നെ പലിശ നിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിലവിൽ 6.5 എന്ന നിലയിൽ തന്നെ റിപ്പോ നിരക്ക് തുടരട്ടെ എന്നുള്ളൊരു തീരുമാനം ഏകകണ്ഠമായി തന്നെ RBIയിലെ മോണിറ്ററി പോളിസി കമ്മിറ്റി എടുക്കുകയായിരുന്നു എന്നാണ് അല്പസമയം മുമ്പ് ശക്തികാന്ത ദാസ് വ്യക്തമാക്കിയത്. അദ്ദേഹം ആ പറഞ്ഞ വാക്യം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ. കാരണം ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ്. ഒരു സെക്കൻഡ്, നമുക്ക് RBI ഗവർണർ ശക്തികാന്ത ദാസിന്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് പോയതിനു ശേഷം എബിയിലേക്ക് തിരിച്ചു വരാം. Global economic activity, the outlook is now tempered by additional downside risks from financial stability concerns. Headline inflation is moderating but remains well above the targets of central banks. These developments have led to heightened volatility in global financial markets as reflected in sizable two-way movements in bond yields. Fall in equity markets and the US dollar shedding its gains from its peak of September 2022. Amidst this volatility, the banking and non-banking financial service sectors in India remain healthy and financial markets have evolved in an orderly manner. Economic activity remains resilient and real GDP growth is expected to have been 7% in 22-23. Consumer price inflation, however, has increased since December 2022, driven by price pressures on cereals, milk and fruits. Core inflation remains elevated. Looking ahead, headline inflation is projected to moderate in 2023-24. The monetary policy actions taken since May 2022 are still working through the system. Accordingly, the MPC decided to keep the policy rate unchanged to assess the progress made so far, while closely monitoring and evolving the inflation outlook. The MPC will not hesitate to take further action as may be required in its future meetings. To recapitulate the actions taken so far, we have increased the policy repo rate cumulatively by 250 basis points in the last 11 months starting May 22. This was preceded by introduction of the standing deposit facility, that is the SDF, at a rate 40 basis points higher than the fixed rate reverse repo. Thus,
The effective rate hike since April last year has been 290 basis points, 290 basis points. These increases have been ഇപ്പോൾ fully സാമ്പത്തിക transmitted to the വിദഗ്ധൻ overnight. ടി സി മാത്യു, സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മാത്യു, ഈ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചത്ര കുറഞ്ഞിട്ടില്ല എങ്കിൽ പോലും റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, RBI ഗവർണർ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുക? പണപ്പെരുപ്പം ഉയർന്ന തോതിൽ തുടരുകയാണെങ്കിലും റീപ്പോ നിരക്ക് മാറ്റാതെ ഒരു സാഹസിക പരീക്ഷണത്തിനാണ് റിസർവ് ബാങ്കും പണനയ കമ്മിറ്റിയും തുടക്കമിട്ടിരിക്കുന്നത്. ആഗോളതലത്തില് മറ്റ് പ്രമുഖ കേന്ദ്ര ബാങ്കുകളെല്ലാം, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അമേരിക്കയുടെ ഫെഡറൽ റിസർവ്, ഇവയെല്ലാം നിരക്ക് കൂട്ടിയിരുന്നു. കാരണം വിലക്കയറ്റം ഉദ്ദേശിച്ചത്ര താഴുന്നില്ല. എന്നാൽ റിസർവ് ഇന്ത്യ ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിരക്കിൽ മാറ്റം വരുത്തേണ്ട, അതായത് നിരക്ക് വർദ്ധിപ്പിക്കേണ്ട എന്നാണ്. എല്ലാവരുടെയും പ്രതീക്ഷ 6.5% നിന്ന് റീപ്പോ നിരക്ക് 6.25% കൂട്ടുമെന്നായിരുന്നു. അതനുസരിച്ച് വിപണികൾ, ഓഹരി വിപണിയും മറ്റുമൊക്കെ താഴോട്ട് പോയിരിക്കുകയുമായിരുന്നു. പക്ഷേ ഒരു ചെറിയ സാഹസം, അതായത് നമ്മുടെ പ്രതീക്ഷ പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന മാസങ്ങളിൽ വിലക്കയറ്റം കുറയും, അപ്പോൾ നമുക്ക് ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ചെറിയ പരീക്ഷണത്തിന് റിസർവ് ബാങ്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞത് ഇത് നിരക്കുകൾ മാറ്റുന്നില്ല, പക്ഷെ ആവശ്യമായി വന്നാൽ ഏത് സമയത്തും വേണ്ട ഭേദഗതികൾ വരുത്തും എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രോവൈസോ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇടപെടാനുള്ള ഒരു സാധ്യത ഇട്ടുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, വിലക്കയറ്റം പരിധിയിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതവസരത്തിലും പണനയ കമ്മിറ്റി യോഗം ചേരാതെ തന്നെ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമാക്കുന്ന ഇതാണ്, റിസർവ് ബാങ്കിന് തന്നെ ഈ നടപടിയിൽ വേണ്ടത്ര ആത്മവിശ്വാസമില്ല. പക്ഷേ രാജ്യത്ത് പല മേഖലകളിൽ നിന്നുമുള്ള സമ്മർദ്ദം, നിങ്ങൾ നിരക്ക് കൂട്ടരുത് എന്നുള്ള സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും നിരക്ക് കുറയ്ക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു കൂട്ടരെയും വിഷമിപ്പിക്കേണ്ട എന്നുള്ളത് കണക്കാക്കിയുള്ളൊരു തീരുമാനമാണ് എടുത്തത്. ഈ തീരുമാനത്തിൽ അപകടവശങ്ങളുണ്ട്. അതാണ് വിപണിയിൽ ഇന്നിപ്പോൾ ഇത് പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ഡോളറിന്റെ നിരക്കിൽ, അതായത് രൂപയുടെ നിരക്കിൽ വ്യത്യാസം ഉണ്ടായത്. രൂപ ഇന്ന് മെച്ചപ്പെട്ട ഒരു നിലയിലായിരുന്നു തുടക്കമിട്ടത്. ഇന്നലെ 82 രൂപയായിരുന്നു ഒരു ഡോളറിന്റെ വിനിമയ നിരക്ക് അവസാനം. അത് 7 പൈസ, അതാണ് 81 രൂപ 93 പൈസയിലാണ് ഓപ്പൺ ചെയ്തത്. വീണ്ടും 5-8 പൈസയും കൂടി താണ് നമ്മൾ ഒരു 81 രൂപ 85 പൈസയിലേക്ക് ഡോളർ എത്തി നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. പ്രഖ്യാപനം ഉണ്ടായ ഉടനെ തന്നെ 82 രൂപ 3 പൈസയിലേക്ക് ഡോളർ കയറി. പിന്നീട് ഒരു അല്പം താണു, എന്നാലും 81 രൂപ 98-99 പൈസ ഈ നിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ തീരുമാനം രൂപയുടെ വിനിമയ നിരക്കിനെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയ വർധന വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ വിലക്കയറ്റം ഉണ്ടാവുകയില്ല എന്ന, അല്ലെങ്കിൽ വർദ്ധിക്കുകയില്ല എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടി എത്രമാത്രം ബലവത്താണ് അല്ലെങ്കിൽ സുസ്ഥിരമാണ് എന്നുള്ളതിനെ പറ്റി വിപണിക്ക് തന്നെ സംശയമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആദ്യ പ്രതികരണങ്ങളിൽ മനസ്സിലാവുന്നത്. ശരി, ശ്രീ TC മാത്യു, ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് കൂടി ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, അതായത് ഒരു എടുത്തുചാട്ടം എന്ന രീതിയിൽ ഈ ഒരു തീരുമാനത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ അടക്കം നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിവായിട്ടുണ്ട്. ഈ പണപ്പെരുപ്പം എന്നുള്ളത് ഒരു നിസ്സാര കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ റിപ്പോ നിരക്ക് സാധാരണ രീതിയിൽ തുടരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഗവർണർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് രാജ്യത്തിന്റെ ഒരു സമ്പദ്ഘടനയെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇന്ന് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു 25 ബേസിസ് പോയിന്റ്, അതായത് 0.5% പലിശ നിരക്കിൽ വർധന ഉണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. അത്തരമൊരു അതിന് അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ, രാജ്യത്തെ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തെയും സമ്പദ് വ്യവസ്ഥയിൽ ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് എന്താണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇനിയും വിവരങ്ങൾ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി
ഏകകണ്ഠേനയാണ് ഈ തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ ഇത് ഒരു കാര്യം വ്യക്തമായിട്ട് റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു തവണത്തേക്കാണ് ഈ ഒരു ചേഞ്ച് ചെയ്യാതെ ഈ റെപ്പോ നിരക്ക് നിർത്തുന്നത് എന്നും ഉള്ളൊരു സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കഠിനമായ സാമ്പത്തിക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന്റെയും വിലക്കയറ്റത്തിന്റെയും രൂക്ഷത നിൽക്കുമ്പോൾ ഒരു ഹൈക്ക് റെപ്പോ റേറ്റ് ഒരു ചെറിയ തോതിലാണെങ്കിലുള്ള ഒരു ഹൈക്ക് അനിവാര്യമായിരുന്നു. കാരണം അങ്ങനെ ഒരു സ്ഥിതിവിശേഷം രാജ്യത്തുണ്ട്. പണപ്പെരുപ്പം ശക്തമാണ്, പണത്തിന്റെ വിനിയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അമേരിക്കയിലെ ഫെഡറൽ റിസർവും അതുപോലെ തന്നെ ലോകത്തെ മറ്റു പ്രധാനപ്പെട്ട ബാങ്കുകളും പിന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിൽ നേരെ ഒന്നും നമുക്ക് കണ്ണടച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സാഹചര്യം അല്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ 6.5% റിപ്പോ നിരക്ക് തൽസ്ഥിതി തുടരണം എന്നുള്ളൊരു തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഘട്ടത്തിൽ പണപ്പെരുപ്പവും വിലക്കയറ്റവും കൂടുതലായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കും. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും അല്പം പണപ്പെരുപ്പ നിരക്ക് ഇടയ്ക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ ഒരു അവസരത്തിലേക്ക് ഇങ്ങനെ ഒരു താൽക്കാലിക ഒരു തീരുമാനം എന്നുള്ള നിലയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. വീണ്ടും ഒരിക്കൽ കൂടി ക്രൂഡ് പ്രൈസ് ഉയരുന്ന സ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഒപെക് രാജ്യങ്ങൾ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുന്നതിനെ കുറിച്ച് ഉള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. ലോകം ആകെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മാന്ദ്യത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു പരിധിവരെ ഒരു അനുചിത തീരുമാനം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തീരുമാനം ആയിട്ട് വേണം വിലയിരുത്താൻ എന്നാണ് തോന്നുന്നത്. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും താങ്കൾ പറഞ്ഞത് ഒരു നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടും എബി ജോണിലേക്ക് വരികയാണ്. എബി, നമുക്കറിയാം ഇത് വളരെയധികം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില, അതുപോലെ തന്നെ എല്ലാവരും ഒപെക് രാജ്യങ്ങളൊക്കെ തന്നെ എണ്ണയുടെ ഉൽപാദനം കുറയ്ക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സാമ്പത്തിക സ്ഥിതി നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. തീർച്ചയായും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനം. കാരണം 25 ബേസിസ് പോയിന്റ് എങ്കിലും വർധനവുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത്രയ്ക്ക്, അല്ലെങ്കിൽ നിലവിലെ ഈ സാഹചര്യം തുടരേണ്ട ഒരു സാമ്പത്തിക സ്ഥിതി അല്ല രാജ്യത്തിൻ്റെത് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയായിരുന്നു സാമ്പത്തിക വിദഗ്ധരാകെയും ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് 25 ബേസിസ് പോയിന്റ് എന്ന നിലയിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകും, 6.75 എന്ന നിലയിലേക്ക് റിപ്പോ നിരക്ക് പുനർനിർണ്ണയിക്കപ്പെടും എന്നുള്ള ഒരു വിലയിരുത്തൽ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ആ ഒരു തീരുമാനം ഗവർണർ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഏകകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. ഇന്നലെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഇത്തരത്തിൽ ഈ റിപ്പോ നിരക്കിൽ മാറ്റം ഉണ്ടാവില്ല എന്ന തരത്തിലേക്കുള്ള ചില വ്യാഖ്യാനങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിലൊക്കെ തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ എത്തിയേക്കും. ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ചില നിഗമനങ്ങളും ഇന്നലെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് തന്നെയാണ് ഒരു പക്ഷേ നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
തൽസ്ഥിതിയിൽ തുടരട്ടെ, റിപ്പോ നിരക്ക് തൽസ്ഥിതിയിൽ തുടരട്ടെ, 6.5% എന്ന നിലയിൽ തന്നെ തുടരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും രാവിലെ അല്പം മന്ദഗതിയിലായിരുന്ന വിപണി, ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ചുവപ്പ് നിറത്തിലായിരുന്ന പല ഓഹരികളും ഇപ്പോൾ പച്ച നിറത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ ഒരു നേരിയ രീതിയിലുള്ള ഉയർച്ച ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു നേരത്തെ പക്ഷേ രൂപയുടെ മൂല്യത്തിലുണ്ടായി നേരിയ തോതിലുള്ള ഇടിവും ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ആഗോള തലത്തിലുള്ള സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെടുത്തി തട്ടിച്ചു നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഫെഡ് റിസർവിൻ്റെയും സാമ്പത്തിക നയം വന്നിരുന്നു. ലോകത്തിലെ പ്രമുഖ ബാങ്കുകളെല്ലാം തന്നെ, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ ബാങ്കുകളെല്ലാം തന്നെ റിപ്പോ നിരക്കിൽ, പലിശ നിരക്കിൽ ഉയർച്ച വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അപ്രസക്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനം RBI ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇത് സ്ഥായിയായിട്ടുള്ളൊരു തീരുമാനമായിരിക്കില്ല. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശദീകരണത്തോടുകൂടി തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാമ്യം എടുത്തുകൊണ്ട് തന്നെയായിരുന്നു ശക്തികാന്ത ദാസ് തൻ്റെ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നിലവിലെ അവസ്ഥ വെച്ചുകൊണ്ട് പണനയത്തിൽ 6.5% എന്ന നിലയിൽ തന്നെ റിപ്പോ നിരക്ക് തുടരട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് സ്ഥായിയായിട്ട് തുടരേണ്ട അല്ലെങ്കിൽ തുടരുന്ന ഒരു അവസ്ഥയല്ല. ഏത് സമയത്ത് വേണമെങ്കിലും റിസർവ് ബാങ്കിന് ഈ പ്രത്യേക ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് അതിൽ തിരുത്തൽ വരുത്താനുള്ള സാഹചര്യമുണ്ട്. അത് ഒരു പക്ഷേ നടത്താൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം തൻ്റെ വാർത്താ സമ്മേളനത്തെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോഴത്തെ ഒരു നേരിയ ആശ്വാസമാണെങ്കിൽ പോലും പണപ്പെരുപ്പം കൂടിയാൽ ഒരു പക്ഷേ അടിയന്തരമായി തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം റിസർവ് ബാങ്കിന് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നതും. എന്തായാലും ഇപ്പോൾ 6.5% എന്ന നിലയിൽ തന്നെ റിപ്പോ നിരക്ക് തുടരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ് റിസർവ് ബാങ്ക് ഉള്ളത്. ഭദ്ര. ശരി, എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. റിസർവ് ബാങ്കിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ പണനയം പ്രഖ്യാപിച്ചിരിക്കുന്നു. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. അത് 6.5 എന്ന നിരക്കിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് എങ്കിൽ കൂടി വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. അതേസമയം ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ്. ഒരുപക്ഷെ പണപ്പെരുപ്പം ഇനിയും കൂടുകയാണ് എങ്കിൽ ഈ തീരുമാനത്തിൽ നിന്ന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്നും റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് എബി.